തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇഴകീറി പരിശോധിക്കാൻ ക്രൈസ്തവ സഭകൾ. തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാട് സഭയ്ക്ക് രാഷ്ട്രീയ മേൽക്കൈ ഉണ്ടാക്കിയെന്നാണ് സമുദായ സംഘടനകളുടെ വിലയിരുത്തൽ. അതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂല നിലപാട് ഉയർത്തിപ്പിടിക്കാമെന്ന് ഒരു വിഭാഗത്തിന്റെ ശ്രമം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നയരൂപീകരണം ചർച്ച ചെയ്യാൻ കത്തോലിക്ക സഭയിലെ സിറോ മലബാർ ലത്തീൻ സഭകൾ ഈ മാസം യോഗം ചേരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDFന്റെ കനത്ത പരാജയം UDFനേക്കാൾ ആവേശം പകർന്നത് ക്രൈസ്തവ സഭകൾക്കാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് മുതൽ അധ്യാപക നിയമനത്തിലെ ഇരട്ട നീതി വരെ സമുദായത്തിന്റെ താഴെ തട്ടിലെത്തിച്ച് ഭരണവിരുദ്ധ വികാരം നിലനിർത്താൻ കത്തോലിക്ക സഭാ നേതൃത്വം കാര്യമായി പരിശ്രമിച്ചിരുന്നു. ഇരു സഭകളുടെയും രാഷ്ട്രീയകാര്യ സമിതികൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യാത്രകൾ നടത്തിയെങ്കിലും ബിഷപ്പുമാർ എഴുതിയ ലേഖനങ്ങളാണ് വിശ്വാസികൾക്കിടയിൽ കൂടുതൽ ചർച്ചയായത്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പോ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ ചുമതലയുള്ള ബിഷപ്പുമാരോ കാര്യമായ രാഷ്ട്രീയം സംസാരിച്ചില്ല. റബ്ബർ വിലയടക്കം ചർച്ചയാക്കിയ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി ഇത്തവണ ഏതാണ്ട് മൗനത്തിലായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ വിഷയം മുൻനിർത്തി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവൻ കൂടിയായ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തായിരുന്നു. സീറോ മലബാർ സഭയിൽ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ നിലപാടിന് സ്വീകാര്യത കൂടും എന്നുറപ്പായി. ഇത് മുൻനിർത്തിയാണ് തൃശൂർ അതിരൂപതയുടെ മുഖപത്രം 2026 ജനുവരിയിലും സർക്കാർ വിരുദ്ധ മനോഭാവം തുടർന്ന് പ്രകടിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നിലപാട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കണമെന്ന് മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു. സഭയുടെ നിലപാടിനൊപ്പം നിൽക്കാൻ വിശ്വാസികൾക്ക് കടമയുണ്ടെന്നാണ് മുഖപ്രസംഗത്തിന്റെ നിലപാട്. ലത്തീൻ കത്തോലിക്ക സഭയിൽ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോയുടെ നിലപാടിനും പൊതു സ്വീകാര്യതയേറി. പ്രഖ്യാപിത ഇടത് സഹയാത്രികനായിരുന്ന ആർച്ച് ബിഷപ്പ് ഡോക്ടർ മരിയ കാലിസ്റ്റെ സൂസൈപാക്യത്തിന്റെ പിൻഗാമിയായി എത്തിയ ആർച്ച് ബിഷപ്പ് നെറ്റോ രാഷ്ട്രീയ നിലപാടിൽ പ്രഖ്യാപിത കോൺഗ്രസുകാരനാണ്. വിഴിഞ്ഞം സമരത്തിൽ മുഖം നഷ്ടപ്പെട്ട ആർച്ച് ബിഷപ്പ് നെറ്റോയ്ക്കും അനുയായികൾക്കും പുതുജീവൻ നൽകിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഇതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ മുന്നിലിരുത്തി തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ സ്വാധീനം ആർച്ച് ബിഷപ്പ് നെറ്റോ ഊന്നി പറഞ്ഞു. സഭയോടൊപ്പം നിന്നാൽ VD സതീശന് ഗുണമുണ്ടാകും, ആവശ്യത്തിനുള്ള MLA-മാരെ വിജയിപ്പിച്ച് തരാം എന്നിങ്ങനെയായിരുന്നു ആർച്ച് ബിഷപ്പ് നടത്തിയ പ്രസംഗം. രാഷ്ട്രീയ മേഖലയിൽ ഇനിയും നമുക്ക് പലതും ചെയ്യാനുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിന് റിസൾട്ട് കഴിഞ്ഞ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സന്തുഷ്ടനാണ്. അതിൽ സാർ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ന്യായാധികര പ്രദേശത്ത് നിന്ന് പലരെയും MLA-മാരാക്കുന്നതിൽ ഒരു പങ്ക് വിൻസെന്റ് സാമുവൽ ബിഷപ്പ് നിർവഹിച്ചിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിന് അവസരമുണ്ട് സെൽവരാജൻ D ബിഷപ്പിനോടൊപ്പം. ലത്തീൻ കത്തോലിക്ക സമുദായ സംഘടനയായ KLCA അടുത്ത മാസം മുതൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനിറങ്ങുകയാണ്. സമാനമായ നിലയിൽ കത്തോലിക്ക കോൺഗ്രസും സമരത്തിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ നിലപാട് രൂപീകരിക്കാനും അത് താഴെത്തട്ടിലെത്തിക്കാനും സഭകൾ യോഗം ചേരുന്നത്. സീറോ മലബാർ സഭയുടെ സിനഡ് ജനുവരി 5 മുതൽ എറണാകുളത്ത് സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ആരംഭിക്കും. ലത്തീൻ കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയ കാര്യ സമിതി യോഗം ഈ മാസം 10, 11 തീയതികളിൽ കൊച്ചിയിൽ കച്ചേരിപ്പടിയിലെ ആശീർ ഭവനിൽ ചേരും. ന്യൂസ് മലയാളം, കൊച്ചി.